നിങ്ങളുടെ പാർട്ടിയുടെ കൺവീനർ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഈ അഴിമതിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്നതും അദ്ദേഹം ഈ ഭരണ സാന്നിധ്യത്തിലൊക്കെ ഏറുന്നത്. ഈ 6 മാസത്തോളം ജയിലിലിരുന്ന് താൻ ഭരിച്ചു കാണിച്ചു കൊടുക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇപ്പോൾ പുറത്തെത്തുമ്പോൾ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് രാജി പ്രഖ്യാപിക്കുന്നു. ഇനി ജനങ്ങളുടെ അപ്പോൾ കോടതിയിൽ നിന്ന് നീതി കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നത്. കോടതിയിൽ നിന്ന് നീതി കിട്ടുന്നില്ല, ഒരു സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയ്ക്കാണ് ജാമ്യം അനുവദിക്കുന്നത്. കോടതിയിൽ അത് ഈ കേസ് തള്ളിപ്പോവുകയോ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ തെറ്റായിരുന്നു എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ജാമ്യം നൽകുക എന്ന ഒരു കാര്യം മാത്രമേ കോടതി നിർവഹിച്ചിട്ടുള്ളൂ. അപ്പോൾ കോടതിയിൽ നിന്ന് നീതി കിട്ടി, ഇനി ജനങ്ങളുടെ നീതിയാണ് ആവശ്യം എന്ന് പറയുന്നതിലെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുന്നില്ല. ഇതൊരു കൃത്യമായി ജനങ്ങളിലേക്ക് താൻ എന്തോ ഒരു തെറ്റായ കാര്യത്തിന് തന്നെ ഇരയാക്കപ്പെട്ടു എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു PR സ്റ്റണ്ട് നടത്തുന്ന തരത്തിലാണ് ഈ തീരുമാനമെന്നാണ് BJP അടക്കമുള്ളവർ ആരോപിക്കുന്നത്. അങ്ങനെ ആരോപിച്ചിട്ട് നമ്മുടെ രാഷ്ട്രീയമാണ്. ഇപ്പൊ ഇന്ന് തിരുവോണമാണ്. നമ്മൾ ഇത്തരം രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇല്ലാതെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് പോലെ ഈ വാർത്ത വരുന്നത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളൊക്കെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനിരിക്കുന്നത്. BJPക്ക് അത് പറയാൻ വളരെ രാഷ്ട്രീയം. പക്ഷെ ഒരു കാര്യം, ഒറ്റ കാര്യം മനസ്സിലാക്കണം ദിവീഷ്, ഇവിടെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. CBI എടുത്ത കേസിൽ ജാമ്യം കൊടുത്തു. നമ്മൾ കണ്ടതാണ്. CBI നിശ്ചിതമായി വിമർശിച്ച ഒരു ജാമ്യ ഉത്തരവായിരുന്നു അത്. അതെ, കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത എന്ന പ്രതീതി ഒഴിവാക്കണമെന്ന വളരെ വിമർശനവും കോടതി ഉന്നയിച്ചിരുന്നു. തീർച്ചയായിട്ടും. അതിനുശേഷം ED കേസിൽ, അതായത് ED കേസിൽ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങാൻ പോകുന്ന ദിവസമാണ് CBI കേസെടുത്തതെന്നും അതുകൊണ്ട് തന്നെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയായി മാറാൻ പാടില്ല എന്നുമാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഒറ്റ കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ 2 ജാമ്യ ഉത്തരവിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്നൊക്കെ പറഞ്ഞു വെച്ചു. രാഷ്ട്രീയം പറഞ്ഞോട്ടെ. പക്ഷേ ഈ 2 സാധാരണ നമുക്കറിയാമല്ലോ, ഒരു ജാമ്യ ഉത്തരവ് കൊടുക്കുമ്പോൾ, ജാമ്യത്തിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് ട്രയലിൽ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങളൊക്കെ കോടതി വെക്കാറുണ്ട്. പല കേസിലും പ്രതികൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ജാമ്യം കൊടുക്കുന്നത്? കസ്റ്റഡി ആവശ്യമില്ല. അത് നിയമമാണ് ഞാൻ ഈ പറയുന്നത്. കസ്റ്റഡി ആവശ്യമില്ല. ഈ കസ്റ്റഡിയിൽ കിടക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില ഗൗരവപരമായിട്ടുള്ള പരാമർശങ്ങൾ, ഗൗരവമായ കേസ് എന്ന് പറഞ്ഞിട്ടാണ് പല കേസുകളും, പല അഴിമതി കേസുകളും പ്രതികൾക്ക് ജാമ്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ കേസിൽ നിങ്ങൾ നോക്കൂ, നിയമം, ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയമല്ല പറയുന്നത്, നിയമം മാത്രമാണ് പറയുന്നത്. ഇതിൽ നോക്കൂ, ഈ കേസിൽ ഈ 2 ജഡ്ജ്മെന്റിലും, അതായത് ED കേസിൽ കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലും ഒപ്പം CBIയുടെ ഈ സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിലും എവിടെയെങ്കിലും ഈ പ്രതിക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇല്ല. കാരണം പിന്നെ ജാമ്യം കൊടുക്കുന്ന സമയത്ത് ട്രയലിലോട്ട് പോകുന്ന കേസിനാണ് സുപ്രീം കോടതിക്കും അല്ലെ മേൽക്കോടതിക്കും ഈ കേസ് മൊത്തം കള്ളമെന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമല്ല. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തെ അട്ടിമറിക്കുകയല്ല. അപ്പൊ കോടതി എന്താ ചെയ്തിരിക്കുന്നത്? ഈ കേസ് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കില്ല, പൊട്ടിത്തെറിച്ച് 4 കഷ്ണമായി പോകുമെന്ന് ഈ നാട്ടിലെ മുഴുവൻ അതാണ് സന്ദീപ് വാര്യർ ഒരു കാര്യം പറഞ്ഞു. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം അദ്ദേഹം അഴിമതിക്കാരൻ. ശ്രീ സന്ദീപ് വാര്യർ, ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം, ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ മുഴുവൻ അറിയാം, നിങ്ങൾ നിങ്ങളുടെ ഏജൻസികളെ കൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടിയതാണ് എന്ന്. ഇവിടെ ഏറ്റവും മനോഹരമായ, ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഏടാണെന്ന് ഞാൻ പറയും. ഞാൻ ആം ആദ്മിയുടെ പ്രസിഡന്റൊക്കെ അതിനുപരിയായിട്ട് സംസാരിക്കട്ടെ, ഒരു സാധാരണ മനുഷ്യൻ തന്നെ സംസാരിക്കട്ടെ. അദ്ദേഹം എന്താ ചെയ്തേ? സംഘപരിവാർ കേസ് ഉയർത്തിക്കൊണ്ടുവന്നു, രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്നപ്പോ എന്താ പറഞ്ഞത്? കീഴടങ്ങാൻ മനസ്സില്ലെന്നേ. സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ കീഴടങ്ങാൻ മനസ്സിലാത്തത് കൊണ്ട് തന്നെയാണ് ജയിൽ കിടന്ന് ഭരിക്കുമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം ആ സമയം ചോദിക്കുന്ന ചോദ്യമുണ്ട് മാധ്യമക്കാർ, എന്തുകൊണ്ട് അന്ന് രാജിവെച്ചില്ല, ഇന്ന് രാജിവെച്ചു? ഇദ്ദേഹത്തിന് ഇപ്പൊ ബെയിൽ കിട്ടിയിരിക്കുന്നത്, മുഖ്യമന്ത്രി ഓഫീസിൽ കയറാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് രാജിവെച്ചത്. അങ്ങനെയല്ല, അന്ന് സംഘപരിവാർ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് മുമ്പിൽ മുട്ടുമടക്കാനും മാപ്പെഴുതാനും ഷൂ നക്കാനും ഞങ്ങളെ കൊണ്ട് താല്പര്യമില്ല എന്ന രാഷ്ട്രീയ സന്ദേശമാണ് ഇന്ത്യയിൽ ഞങ്ങൾ കൊടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇന്ന് കേജ്രിവാൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിമാരെ നിങ്ങളെ CBI ഉപയോഗിച്ച് വേട്ടയാടും, നിങ്ങൾ കീഴടങ്ങരുത്, നിങ്ങൾ ജയിൽ കിടന്ന് ഭരിക്കാൻ കഴിയത്തില്ല എന്നൊരു മുഖ്യമന്ത്രിയായ, തലയ്ക്കകത്ത് ബുദ്ധിയുള്ള, ആൾതാമസമുള്ള ഒരു വ്യക്തിക്ക്, ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള, ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടുള്ള, ഇന്ത്യൻ സിവിൽ സർവീസ് ഉന്നതമായ മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന മനുഷ്യനെ അറിയത്തില്ലേ? പക്ഷേ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ കീഴടങ്ങാൻ താല്പര്യം. ഒരു കാര്യം വിനോദ്, ഇപ്പോ അദ്ദേഹത്തിന് അറിയാം ഇത് ഉള്ളിൽ കടന്ന് ഭരിക്കാൻ കഴിയില്ല. 6 മാസം ഒരു മുഖ്യമന്ത്രി സംവിധാനത്തിൽ ഇല്ലാതെ, ഇത് ജനങ്ങളല്ലേ, നിങ്ങൾ രാഷ്ട്രീയ പോരാട്ടമോ അല്ലെങ്കിൽ പ്രതിപക്ഷ ഭരണപക്ഷ പോരാട്ടമോ ഒക്കെ നടന്നുള്ളൂ. പക്ഷേ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ നടക്കണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരാൾ ഉണ്ടാവണം. അയാളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിറവേറ്റുകയും വേണം. ഇപ്പോൾ അവിടുത്തെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെള്ളം കയറുമ്പോഴും ഒക്കെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം കണ്ടതാണ്. അതിനൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് ശരിക്കും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ ഒരാളില്ലാത്തതുകൂടി കാരണമാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമേ മാറി നിൽക്കാമായിരുന്നല്ലോ, അദ്ദേഹത്തിന് മാറി നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. ശക്തനായ ഒരു നേതാവിനെ ഏൽപ്പിക്കുക, ഞങ്ങൾ ഭരിച്ചു കാണിക്കും എന്ന് പറയാമായിരുന്നല്ലോ. അപ്പോഴും നിയമത്തിന്റെ സാധ്യത കണക്കാക്കി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാമായിരുന്നില്ലേ? ഇപ്പോൾ മാത്രമാണോ പെട്ടെന്നൊരു ജനങ്ങളിലുള്ള നീതിയും അല്ലെങ്കിൽ ജനങ്ങളുടെ നിയമത്തിന് മുന്നിലുള്ള ഒരു അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയിക്കാനുള്ള ഒരു ആവേശം വന്നത്?
ഞാൻ ഈ ചോദ്യം പ്രതീക്ഷയോട് തന്നെയാണ് ഞാൻ ഉത്തരം അങ്ങയോട് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ അതല്ല കൃത്യമായിട്ട് ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല, ഇത് ചാരിറ്റി അസോസിയേഷൻ ഒന്നുമല്ല, രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയമായി നിൽക്കുന്ന പാർട്ടിയാണ്, സംഘപരിവാറിനെ നേരിടുന്ന പാർട്ടിയാണ്, ഇന്ത്യയിൽ അതിവേഗം വളരുന്ന പാർട്ടിയാണ്. ശരി, എന്തായാലും രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ തന്ത്രങ്ങൾ. ഞാൻ അങ്ങയിലേക്ക് വരാം.